Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3ൽ വരുന്ന ടോപ്പിക്സ് ആണ് ഹിസ്റ്റോഗ്രാം പ്രോസസ്സിംഗ് അതുപോലെ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിൽ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്? അതായത് ഡിജിറ്റൽ ഇമേജസിനെ എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ദി ഹിസ്റ്റോഗ്രാം ഈസ് യൂസ് ഫോർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഡിജിറ്റൽ ഇമേജ്. അപ്പോൾ ഒരു ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് പിക്സൽസ് വെച്ചിട്ടാണ് അല്ലേ? എ ഗ്രാഫ് ഈസ് എ പ്ലോട്ട് ബൈ ദി നമ്പർ ഓഫ് പിക്സൽസ് ഫോർ ഈച്ച് ടോണൽ വാല്യൂ. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഡിജിറ്റൽ ക്യാമറാസിൽ ഇമേജ് ഹിസ്റ്റോഗ്രാം കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ദം ടു സീ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോൺസ് ക്യാപ്ചേർഡ്. SLR ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? ക്യാമറാസിൽ അതിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ശരിക്കും ആ ഒരു ഗ്രാഫ് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണത്? ഹിസ്റ്റോഗ്രാം ആണ്, ഇമേജ് ഹിസ്റ്റോഗ്രാം ആണ്. ഇൻ എ ഗ്രാഫ് the horizontal axis of the graph is used to represent tonal variations. Okay, where the vertical axis ആണെങ്കിൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? To represent the number of pixels in that particular pixel. അതുപോലെ തന്നെ ഗ്രാഫ് എടുക്കുമ്പോൾ black and dark areas are represent in the left side of horizontal axis. അതുപോലെ medium gray color is represented in the middle and the vertical axis represent the size of the area. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ ഇമേജ് ആണ്, റൈറ്റ് സൈഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. Then ഇനി വരുന്നത് അപ്ലിക്കേഷൻസ് ആണ്. In digital image processing, histograms are used for simple calculations in software. അതുപോലെ ഇമേജ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇമേജ് അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ആ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക അല്ലേ? Properties of an image can be predicted by the detailed study of the histogram. The brightness of the image can be adjusted by having the details of its histogram. അതിന്റെ brightness adjust ചെയ്യാം. അതുപോലെ the contrast of the image can be adjusted according to the need by having details of the x-axis of the histogram. ഇനി image equalization വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. Gray level intensities are expanded along the x-axis to produce a high contrast image. പിന്നെ യൂസ് ചെയ്യുന്നത് thresholdingലാണ്. Histograms are used in thresholding as it improves the appearance of the image. If we have input and output histogram of an image, we can determine which type of transformation is applied in the algorithm. Okay. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? അതായത് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ? അതായത് ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ ഇമേജിന്റെ കോൺട്രാസ്റ്റ്, അതുപോലെ ഇമേജ് ഈക്വലൈസേഷൻ, അതുപോലെ തന്നെ ഇമേജിന്റെ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്റോഗ്രാം പ്രോസസ്സിംഗ്. അപ്പോൾ എന്താണ് ഹിസ്റ്റോഗ്രാം, അതുപോലെ അപ്ലിക്കേഷൻസ് നമ്മൾ നോക്കി അല്ലേ? In a gray level image, the probabilities assigned to each gray level can be given by the relation. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. PR of RK equal to NK divided by N. അപ്പോൾ അതിൽ RK greater than or equal to 0, less than or equal to 1. ഓക്കെ, അപ്പോൾ K എന്ന് പറയുന്നത് അറിയാലോ, അതായത് ഗ്രേ ലെവൽ അല്ലേ? മാക്സിമം എങ്ങനെയാണ്? L-1 വരെയാണ് അല്ലേ? അപ്പോൾ K equal to 0, 1 to up to L-1. ഓക്കെ, അപ്പോൾ അതിൽ RK എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ദി നോർമലൈസ്ഡ് ഇന്റൻസിറ്റി വാല്യൂ. L എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രേ ലെവൽസ് ഇൻ ദി ഇമേജ് അല്ലേ? ഇനി NK നമ്പർ ഓഫ് പിക്സൽസ് വിത്ത് ഗ്രേ ലെവൽ RK. ഇനി N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്. ഓക്കെ, അപ്പോൾ ദി പ്ലോട്ട് ഓഫ് PR ഓഫ് RK വിത്ത് റെസ്പെക്ട് ടു RK ഈസ് കോൾഡ് ഹിസ്റ്റോഗ്രാം ഓഫ് ദി ഇമേജ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു റിലേഷൻ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് വരുന്നത്, അതായത് ഇമേജസ് ആൻഡ് ദെയർ ഹിസ്റ്റോഗ്രാംസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇമേജ് വിത്ത് 2 prominent intensities. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് അതായത് ഫോർഗ്രൗണ്ട് വൈറ്റ് വരുന്ന ഇമേജ് ആണ്.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഹിസ്റ്റോഗ്രാം ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് ഇമേജ് വിത്ത് മോർ പ്രോമിനൻറ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നേരത്തെ ഇമേജ് എങ്ങനെയായിരുന്നു? അതായത് വൈറ്റ് ആയിരുന്നു അല്ലേ, ഇത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ്. ഇനി അടുത്ത ഇമേജ് എന്ന് പറയുന്നത് ഇമേജ് വിത്ത് മോർ ഓർ ലെസ് യൂണിഫോം കളറിംഗ് എക്സെപ്റ്റ് ദി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് കണ്ടോ? ഹിസ്റ്റോഗ്രാമിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് കണ്ടോ? ദെൻ ഇനി വരുന്നത് ഹിസ്റ്റോഗ്രാം പ്രോസസ്സിംഗ് ടെക്നിക്സ് ആണ്. മെയിൻ ആയിട്ട് 2 ടെക്നിക്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഹിസ്റ്റോഗ്രാം സ്ലൈഡിങ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, വേറെ ഒന്നുമല്ല, ഹിസ്റ്റോഗ്രാം എന്ത് ചെയ്യണം, അതായത് ലെഫ്റ്റിലോട്ടാവാം അല്ലെങ്കിൽ റൈറ്റിലോട്ടാവാം എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, in histogram sliding the complete histogram is shifted towards rightwards or leftwards. When a histogram is shifted towards the right or left, clear changes are seen in the brightness of the image. The brightness of the image is defined by the intensity of light which is emitted by a particular light source. Okay, അപ്പോൾ അതിന്റെ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഹിസ്റ്റോഗ്രാമിന് എന്തിരിക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്യാണ് അല്ലേ, റൈറ്റിലേക്ക് ആവാം അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ആവാം ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഹിസ്റ്റോഗ്രാം സ്ലൈഡിങ്. ദെൻ അടുത്ത ടെക്നിക് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജിന്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ ഹിസ്റ്റോഗ്രാം സ്ട്രെച്ചിങ് കോൺട്രാസ്റ്റ് ഓഫ് ആൻ ഇമേജ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഒരു ഇമേജിന്റെ കോൺട്രാസ്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻ ബിറ്റ്വീൻ ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റി. സോ ഒരു ഇമേജിന്റെ കോൺട്രാസ്റ്റ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പം എങ്ങനെ ചെയ്യാം? ഹിസ്റ്റോഗ്രാം ഓഫ് ദാറ്റ് ഇമേജ് വിൽ ബി ഫുള്ളി സ്ട്രെച്ച്ഡ് ആൻഡ് കവേർഡ് ദി ഡൈനാമിക് റേഞ്ച് ഓഫ് ദി ഹിസ്റ്റോഗ്രാം. അപ്പോൾ ഫ്രം ഹിസ്റ്റോഗ്രാം ഓഫ് ആൻ ഇമേജ് വി ക്യാൻ ചെക്ക് ദാറ്റ് ദി ഇമേജ് ഹാസ് ലോ ഓർ ഹൈ കോൺട്രാസ്റ്റ്. കണ്ടോ, അപ്പോൾ അതിന്റെ ഹിസ്റ്റോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമേജിന്റെ ഹിസ്റ്റോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇമേജിന് ലോ ആണോ, ലോ കോൺട്രാസ്റ്റ് ആണോ, അതുപോലെ തന്നെ ഹൈ കോൺട്രാസ്റ്റ് ആണോ വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ആണ്. അപ്പോൾ എന്തിനാണ് ഈ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജിലെ പിക്സൽ വാല്യൂസിനെല്ലാം തന്നെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, histogram equalization is used for equalizing all the pixel values of an image. അപ്പോൾ ഒരു ഇമേജിലെ പിക്സൽ വാല്യൂസിനെ ഈക്വലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഹിസ്റ്റോഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുക? അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? അതായത് യൂണിഫോം ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് യൂണിഫോം ഫ്ലാറ്റൻഡ് histogram is produced. Histogram equalization increases the dynamic range of pixel values and make an equal count of pixel at each level, which produces a flat histogram with high contrast image. അപ്പോൾ നേരത്തെ ഹിസ്റ്റോഗ്രാം സ്ട്രെച്ചിങ്ങിൽ ആ ഒരു ടെക്നിക്കിൽ എങ്ങനെയായിരുന്നു? അതായത് ഒരു ഹിസ്റ്റോഗ്രാമിൽ നിന്ന് വേറൊരു ഹിസ്റ്റോഗ്രാമിൽ, അതായത് ഒരു ഒറിജിനൽ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് വേറൊരു റിസൾട്ട് ആണ് കിട്ടുന്നത് അല്ലേ? അവിടെ ഷേപ്പ് എങ്ങനെ മാറുന്നുണ്ടോ? ഷേപ്പ് മാറുന്നില്ല അല്ലേ? പക്ഷേ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എന്ത് സംഭവിക്കുന്നത്? ഷേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, while stretching histogram, the shape of histogram remains the same, where in histogram equalization, the shape of histogram changes and it generates only one image. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒറിജിനൽ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ എങ്ങനെയാണ്? അതായത് യൂണിഫോം ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം ആണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. ട്രാൻസ്ഫോർമേഷൻ്റെ S equal to T of R. അപ്പം അതിൽ R represent the gray levels of image to be enhanced. അപ്പം അതിൻ്റെ നോർമലൈസ് റേഞ്ച് എന്ന് പറയുന്നത് 0, 1 ആണ്. അപ്പോൾ R equal to 0 ആണെങ്കിൽ represent black, അതുപോലെ R equal to 1 ആണെങ്കിൽ represent white. ഓക്കെ, so S equal to T of R is transformation that produces a level S for every pixel R in the original image. ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഓക്കെ, ഇതും പഠിച്ചു വയ്ക്കാം. Then for continuous functions, the intensity, the gray level in an image may be viewed as a random variable with its probability density function PDF. Okay, the PDF at a gray level R represent the expected proportion
of occurrence of gray level R in the image. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ വരുന്നത്. S equal to P of R equal to L minus 1 integral 0 to R PR of W dW. ഇക്വേഷനിൽ W is a variable of integration. അപ്പോൾ ആ ഇക്വേഷനിൽ റൈറ്റ് സൈഡ് is called cumulative distribution function CDF of random variable R. ഓക്കെ, അപ്പോൾ നേരത്തെ കേസ് എങ്ങനെയായിരുന്നു? അതായത് കണ്ടിന്യൂസ് ഗ്രേ ലെവൽ വാല്യൂസിന് വരുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇനി വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഗ്രേ ലെവൽ വാല്യൂസിന് വരുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഫോർ ഡിസ്ക്രീറ്റ് ഗ്രേ ലെവൽ വാല്യൂസ് വി ഡീൽ വിത്ത് പ്രോബബിലിറ്റീസ് ആൻഡ് സമ്മേഷൻ ഇൻസ്റ്റെഡ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് ഇന്റഗ്രൽസ്. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ദി റൈറ്റ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ക്യുമുലേറ്റീവ് ഹിസ്റ്റോഗ്രാം ഫോർ ദി ഇൻപുട്ട് ഇമേജ്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഓർ ഹിസ്റ്റോഗ്രാം ലീനിയറൈസേഷൻ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കാം, കണ്ടിന്യൂസിന്റെയും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ഗ്രേ ലെവൽ വാല്യൂസിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദാറ്റ് എ 3-bit ഇമേജ്, അപ്പോൾ ഇവിടെ L equal to 8 of size 64 into 64 pixels has the gray level distribution shown in the table below. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പെർഫോം ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഓൺ ദിസ് ഇമേജ് ആൻഡ് draw its normalized histogram, transformation functions and the histogram of the equalized image. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാലോ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നോർമലൈസ്ഡ് ഹിസ്റ്റോഗ്രാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? അതായത് PR ഓഫ് RK ഈക്വൽ ടു NK ഡിവൈഡ് ബൈ N അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ NK ഡിവൈഡ് ബൈ N. അപ്പോൾ N എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? സൈസ് എന്ന് പറയുന്നത് 64 into 64 അല്ലേ? അതാണ് M into N എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ M into N എന്ന് പറഞ്ഞാൽ 64 into 64 4096 കിട്ടി, നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ RK NK നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ RK തന്നിട്ടുണ്ട്, NK തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഓരോന്നിൻ്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്, നോർമലൈസ് ഹിസ്റ്റോഗ്രാം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ PR ഓഫ് RK ഈക്വൽ ടു NK ഡിവൈഡ് ബൈ MN, അതായത് M എന്ന് പറയുമ്പോൾ 4096. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോർമലൈസ് ഹിസ്റ്റോഗ്രാം കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? അത് പ്ലോട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ആ വാല്യൂസ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇനി ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? SK ഈക്വൽ ടു T ഓഫ് RK ഈക്വൽ ടു L മൈനസ് 1 സമ്മേഷൻ ഓഫ് J ഈക്വൽ ടു 0 ടു K PR ഓഫ് RJ. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? S0 അല്ലേ? S0 ഈക്വൽ ടു T ഓഫ് R0 ഈക്വൽ ടു L മൈനസ് 1, L എന്താ? 8 ആണ് അല്ലേ? അപ്പോൾ L മൈനസ് 1 7 അല്ലേ? സമ്മേഷൻ J ഈക്വൽ ടു 0 to 0 അല്ലേ? ദെൻ PR ഓഫ് RJ. അപ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് 1.33 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് വാല്യൂസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ S0, S1, S2, S3, S4, S5, S6, S7 ഓക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ചെയ്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, വാല്യൂസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് പോയിന്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? S0 എങ്ങനെയായിരുന്നു? 1.33, അതുപോലെ S1 3.08. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ഇൻറ്റീജറിലോട്ട് അതിനെ റൗണ്ട് ചെയ്തെടുക്കാൻ പോവാണ് വാല്യൂ. ഓക്കെ, വി റൗണ്ട് ദി വാല്യൂസ് ഓഫ് S ടു ദി നിയറസ്റ്റ് ഇൻറ്റീജർ. അപ്പോൾ S0 എന്തായി? 1.33 1 എടുത്തു, ദെൻ S1 3.03 എടുത്തു, അങ്ങനെ S0 to S7 എല്ലാ വാല്യൂസും നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് അതിനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് ഈക്വലൈസ്ഡ് ഹിസ്റ്റോഗ്രാമിന് വേണ്ട വാല്യൂസ് എല്ലാം തന്നെ കിട്ടി. ഓക്കെ, ദീസ് ആർ ദി വാല്യൂസ് ഓഫ് ദി ഈക്വലൈസ്ഡ് ഹിസ്റ്റോഗ്രാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ഗ്രേ ലെവൽസ് ആണ് വരുന്നത്. അപ്പോൾ RK NK രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ SK അല്ലേ? ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, S0 to S7 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ന്യൂ NK എന്താണെന്നറിയാലോ? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിനെയാണ് വരുന്നത്. അപ്പോൾ ന്യൂ NK എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ S3 അതുപോലെ S4 രണ്ടും എന്താ? സെയിം ആണ് വരുന്നത് അല്ലേ? അതുപോലെ S3 to S7 സെയിം ആണ് വരുന്നത്. അപ്പോൾ S0ന്റെ കേസിലെ ന്യൂ NK എന്ന് പറയുമ്പോൾ എന്താ? അതായത് സെയിം അല്ലേ?
ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് S3 6 then S4 6. അപ്പോൾ എന്ത് ചെയ്യാണ്, അതിന്റെ NK അല്ലേ, അതായത് NK എങ്ങനെയാണ് വരുന്നത്, അതായത് 656 അതുപോലെ 329. അപ്പോൾ ആ രണ്ടും ആഡ് ചെയ്തിട്ടാണ് ന്യൂ NK വരുന്നത്. അതുപോലെ S3 to S7 നോക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് NK എങ്ങനെയാണ് വരുന്നത് 245 അതുപോലെ 122 81 അല്ലേ. അപ്പോൾ ഈ മൂന്ന് വാല്യൂസും ആഡ് ചെയ്യുക. ഓക്കെ, ആ പിക്സൽസ്, നമ്പർ ഓഫ് പിക്സൽസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ അതായത് 448 ആണ് വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ഗ്രേ ലെവൽസ് വരുന്നുണ്ട്, 5 ഗ്രേ ലെവൽസ് ആണ് വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന്റെ NK വാല്യൂ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ, ഈക്വലൈസ്ഡ് ഹിസ്റ്റോഗ്രാം ആണ് അല്ലേ. അപ്പോൾ PS of SK equal to new NK divided by MN വാല്യൂസ് കിട്ടി. അപ്പോൾ ന്യൂ NK വാല്യൂ അറിയാലോ, എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിയ റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോഗ്രാം ഓഫ് ഈക്വലൈസ്ഡ് ഇമേജ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഭയങ്കര എളുപ്പമാണ്, യാതൊരു ബുദ്ധിമുട്ടുള്ള ചെയ്യാനായിട്ട്, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് നമുക്ക് ചെയ്യായിരുന്നു. ഇതൊന്നുമില്ല, ജസ്റ്റ് ആ കിട്ടുന്ന വാല്യൂസ്, തന്നിട്ടുള്ള വാല്യൂസ് ഇക്വേഷൻസിലോട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്, ഹിസ്റ്റോഗ്രാം പ്രോസസ്സിംഗ്, ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ. ഇനി വരുന്നത് ഹിസ്റ്റോഗ്രാം സ്പെസിഫിക്കേഷൻ ആണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നന്നായി പഠിക്കാം, എക്സാമ്പിളും നോക്കി വയ്ക്കാം. ഓക്കെ, ഇക്വേഷൻസ് അത്രയും ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ് ഒന്നുമല്ല, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.